കലാപകലുഷിതമായിട്ട് മണിപ്പൂർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കുക്കികൾക്ക് ആയുധങ്ങളും അതുപോലൊപ്പം തന്നെ ബുള്ളറ്റ് പ്രൂഫൊക്കെ കൈമാറുന്ന ഒരു വീഡിയോ ആണത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഈ കുക്കി കലാപകാരികൾക്ക് ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ആയുധങ്ങൾ ഇതൊക്കെ കൈമാറുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ ഒരു യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് അത് കൈമാറുന്നത്. ആ കൈമാറുന്ന ദൃശ്യങ്ങൾ അയാൾ ചിത്രീകരിച്ചിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അത് ഫൂൾ ഫോർ ക്രൈസ്റ്റ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഈ ആയുധങ്ങളും ഡ്രോണും കൈമാറിയിരിക്കുന്നത് ഒരു അമേരിക്കൻ സുവിശേഷകനാണ്. അയാളുടെ പേര് ഡാനിയൽ സ്റ്റീഫൻ കോർണി എന്നും പറയാം. ഡാനിയൽ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഡാനിയൽ സ്റ്റീഫൻ കോർണി. ഇയാൾ മാർച്ച് മാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പലതും രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കുകയും അവിടുത്തെ ഇപ്പോൾ സൈനിക നിയന്ത്രണത്തിലാണ് മണിപ്പൂരിലെ ഈ കലാപം നടന്ന പ്രദേശങ്ങൾ. അവിടെ അപ്സ്പ സ്പെഷ്യൽ പ്രത്യേക സൈനിക നിയമം അവിടെ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്, അവിടെ നടപ്പാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ നേരത്തെ ഉണ്ടായിരുന്നതിനെ എടുത്തു കളഞ്ഞു, ഇപ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ ഡാനിയൽ സ്റ്റീഫൻ കോർണി ചെയ്ത ഈ പ്രവൃത്തി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും മണിപ്പൂർ ഗവൺമെൻറ്റും ചേർന്ന് അവിടെ ഇപ്പോൾ വിദേശികൾ സന്ദർശനം വേണ്ട എന്ന് പറഞ്ഞ് വിദേശ സന്ദർശനം റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഒന്നും പേര് പറഞ്ഞ് വിദേശികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഈ ഡാനിയൽ സ്റ്റീഫൻ കോർണി സന്ദർശക വിസയിൽ ഇവിടെ വന്നിട്ട് അവിടെ പോയി അവിടുത്തെ ആൾക്കാർക്ക് ഏതോ വിധത്തിൽ ഡ്രോണുകളും ബുള്ളറ്റ് പ്രൂഫുകളും ആയുധങ്ങളും വരുത്തി അത് കുക്കി കലാപകാരികൾക്ക് കൊടുത്തു. എന്നിട്ട് ആ ദൃശ്യങ്ങൾ അയാൾ ചിത്രീകരിക്കുകയും ചെയ്തു. അവരെ പരിശീലിപ്പിച്ചു. ഇതുകൊണ്ട് തീരുന്നില്ല, ഇത് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവരെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ, ഡ്രോൺ ഉപയോഗിക്കാനൊക്കെ പരിശീലിപ്പിച്ചു. ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാഷണൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മലയാള മാധ്യമങ്ങൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേയില്ല. അതാണ് അതിലെ ഞാൻ പറയാൻ വന്ന ഏറ്റവും പ്രസക്തമായ. കുക്കികൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അല്ല, കുക്കികൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനും ഒരു സാങ്കത്യമുണ്ട്. ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതുപോലെ ഈ വിദേശ ഇടപെടലുകൾ, ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കലാപം അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന മറ്റു പ്രശ്നങ്ങളെ എപ്പോഴും ഏകപക്ഷീയമായിട്ടാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? അവർക്ക് RSSനെയും BJPയെയും എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? നിരപരാധികളായ ആൾക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു വരാനുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് മറച്ചു വെക്കുകയും തിരിച്ചിപ്പുറത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവർ സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം പുറത്തു വന്നിട്ട് ഇതൊരു അമേരിക്കൻ സുവിശേഷകനാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ മണിപ്പൂർ കലാപത്തിൻ്റെ പുറകിൽ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസ് എന്ന് പറയുന്ന വിവാദ വ്യവസായിയുടെ ഇടപെടലുണ്ട്. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഒക്കെ ഇടപെടലുണ്ട്. അവർ ഇതിനെ ഈ കലാപം സൃഷ്ടിക്കാനും അത് വളർത്താനും വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിരവധി വാർത്തകൾ പുറത്തു ചെയ്ത് ഒരുപാട് ചർച്ചകളും അതിന്മേൽ നടന്നതാണ്. അപ്പോൾ ഇപ്പോൾ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഡാനിയൽ സ്റ്റീഫൻ കോർണിയുടെ ഈ വിഷയം, ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നിട്ട് അത് മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ഒരു വളരെ ഏകപക്ഷീയമായ, വളരെ പക്ഷപാതം നിറഞ്ഞ ഒരു പ്രവൃത്തിയായിപ്പോയി. അത് നമുക്കൊരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ കലാപം അവിടെ വലിയ രക്തരൂഷിതമായ കലാപങ്ങളാണ് നടന്നത്. മെയ്തി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിൽ. കലാപത്തിൻ്റെ പഴയ കഥകൾ ഇനി വിസ്തരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭൂമി സംബന്ധമായ പ്രശ്നം, സംവരണ പ്രശ്നം, ഹൈക്കോടതിയുടെ ഇടപെടൽ, ഇതൊന്നും അവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും അവരുടെ ഒരു പാളിച്ച കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വീഴ്ച കൊണ്ട് സംഭവിച്ചതല്ല. ഒരു ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, സംവരണം സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കലാപമാണ്. അത് വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭമായിട്ട് ആദ്യം വരുന്നത്. പൊതുവേ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞാൽ അനുസരിക്കില്ല, വളരെ പെട്ടെന്ന് അക്രമാസക്തരാവും.
അല്ലേ, സമാധാനമായിട്ട് തുടങ്ങുന്ന പ്രക്ഷോഭങ്ങൾ പോലും പ്രതിഷേധങ്ങൾ പോലും വലിയ അക്രമത്തിൽ കലാശിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും അതൊക്കെ കാണാറുണ്ട്. വിദ്യാർത്ഥി സമരങ്ങളെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയാം. നേരത്തെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല, കലാപം നിയന്ത്രിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു. അല്ല, കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഇപ്പോൾ അവിടെ വിദേശികൾ സന്ദർശനം വേണ്ട എന്ന് പറഞ്ഞ് അത് നിരോധിച്ചത്. ഒപ്പം ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നു. ഇയാളെ പിടികൂടി. ഇയാളെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നയതന്ത്ര ബന്ധം അനുസരിച്ച് നമുക്ക് ഇയാളെ ഒരുപാട് നാൾ കസ്റ്റഡിയിലൊന്നും വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഇയാളെ പെട്ടെന്ന് ഇവിടുന്ന് പാക്ക് ചെയ്ത് അമേരിക്കയ്ക്ക് തിരിച്ചയച്ചു കാണും. അതായിരിക്കും സംഭവിച്ചത്. ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി മണിപ്പൂരിൽ വലിയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഉവ്വ് അത് മണിപ്പൂർ മാത്രമല്ല, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ആ ഭീഷണിയുടെ നിഴലിലാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു അമേരിക്കയിൽ പൊതുവെ ഈ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളാണ് കൂടുതൽ. അവരാണ് ഇത്തരം ഫണ്ടുകൾ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം സഹായങ്ങളും ഇത് മതപരിവർത്തനത്തിന് വേണ്ടുന്ന ശ്രമങ്ങളും ഒക്കെ വലിയ തോതിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ ചെയ്തു വരുന്നതായിട്ടാണ് ഈ സംഭവം തെളിയിക്കുന്നത്. എന്തായാലും ഈ മണിപ്പൂരിനെ അശാന്തമാക്കാനുള്ള ഏത് നീക്കത്തെയും കേന്ദ്ര സർക്കാർ എന്ത് വില കൊടുത്തും തടയണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരു കാരണവശാലും ഇത്തരം ആൾക്കാരോട് എന്താ പറയുക, മനുഷ്യക്കുരുതിക്ക്, കൂട്ടക്കുരുതിക്ക്, വംശഹത്യയ്ക്ക് ഒക്കെ കാരണമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെയും വളരാൻ അനുവദിച്ചുകൂടാ. അവർ ഇനി ഏത് വിദേശിയാണെങ്കിലും ശരി ശക്തമായിട്ട് അത് അടിച്ചമർത്തണം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ മെയ്തികളും കുക്കികളും തമ്മിലുള്ള കലാപം എത്ര വലിയ പ്രശ്നമാണ് മണിപ്പൂരിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേക ഭാഗങ്ങളിലേ ഉള്ളൂ ഈ കലാപമെങ്കിലും. മണിപ്പൂർ മുഴുവനും അശാന്തമല്ല. ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ കുക്കികളും മെയ്തികളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഏറ്റുമുട്ടലുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അവിടെ സ്ത്രീകളെ എന്താ പറയുക, ഉപദ്രവിക്കുക, അവരെ പീഡിപ്പിക്കുക, മാനഭംഗം ചെയ്യുക, അതുപോലെ എന്താ പറയുക നഗ്നരാക്കി നടത്തുക, ഇങ്ങനത്തെ വളരെ മ്ലേച്ഛമായ, പുറത്തു പറയാൻ കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ പോലീസിനും സൈന്യത്തിനും ഒക്കെ ഇത് അടിച്ചമർത്താൻ എന്താ പറയേണ്ട, ഈ ഏറ്റുമുട്ടുന്നത് രണ്ട് വിഭാഗങ്ങളും ഇന്ത്യൻ പൗരന്മാരാണ്. അവരാരുടെ ഭാഗത്ത് നിൽക്കും, ആരെ അവർ അടിച്ചമർത്തും, അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. എന്നാലും പോലീസ് നടപടി വളരെ ഗൗരവത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പട്ടാളം കൂടി ഇറങ്ങിയതിന് ശേഷം ഈ അപ്സ്പ അവിടെ പ്രത്യേക സൈനിക നിയമം അവിടെ നടപ്പാക്കിയതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒറ്റതിരിഞ്ഞ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഈ പറയുന്നത് പോലെ ഇവിടെ ഈ ആയുധങ്ങൾ വന്നിരിക്കുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഡ്രോണുകളും ആയുധങ്ങളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും വന്നിരിക്കുന്നു. ഇത് ഈ ഒരാൾ മാത്രമാണോ ഇതിൻ്റെ പുറകിൽ? ഈ ഡാനിയൽ സ്റ്റീഫൻ കോർണി മാത്രമാണോ? അതോ മറ്റാരെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടോ? വേറെ ഏതെങ്കിലും വഴിക്ക് ആയുധങ്ങൾ വന്നിട്ടുണ്ടോ? എന്തായാലും ഇയാൾ നേരിട്ട് കൈവശം കൊണ്ടുവന്നതായിരിക്കില്ല ആയുധങ്ങൾ. മറ്റ് ഏതോ ഒരു സോഴ്സിലൂടെ ഈ ആയുധങ്ങൾ അവിടെ എത്തിക്കുകയും ഇയാൾ അവിടെ വരികയും ഇത് വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് കുറെ കൂടെ ജാഗ്രതയോടുകൂടി സൈന്യങ്ങളെ നോക്കി കാണേണ്ടി. അതെ, സൈന്യവും പോലീസും ഒക്കെ കുറെ കൂടെ ജാഗ്രത പാലിക്കണ്ടേ. ഇപ്പം ജാഗ്രത പാലിക്കട്ടെ. കുക്കികളെ നിരന്തരമായ നിരീക്ഷണത്തിൽ വയ്ക്കണം. അവർ ഇത്തരം വിദേശ ശക്തികളുടെ കയ്യിലെ ഒരു ചട്ടുകമായി മാറാൻ അനുവദിച്ചുകൂടാ. എന്ത് വില കൊടുത്തും അത് തടയണം. അവരും ഇന്ത്യൻ പൗരന്മാരാണ്, മെയ്തികളും ഇന്ത്യൻ പൗരന്മാരാണ്. മെയ്തികളാണ് അവിടെ ഭൂരിപക്ഷം. ഈ ഗോത്രങ്ങൾ അവരുടെ തനതായ സ്വഭാവത്തോടു കൂടി നിലനിൽക്കേണ്ടതാണ്. അതിനകത്ത് മിഷണറിമാർ കയറി കളിക്കേണ്ട ആവശ്യമില്ല. അവരിൽ ഒരു വിഭാഗത്തെ കലാപത്തിന് പ്രോത്സാഹിപ്പിക്കേണ്ട. അങ്ങനെ ചെയ്താൽ കർശനമായ നടപടി അവർക്കെതിരെ എടുക്കണം. ഒരു മിഷണറിയും ഒരു സുവിശേഷവും ആ നിയമത്തിൽ നിന്ന് അതീതരല്ല എന്ന സത്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ നിയമത്തിനും അതിനുള്ള ശക്തിയുണ്ട്. അതവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു കാരണവശാലും ഇതിനി വളരാൻ അനുവദിച്ചുകൂടാ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നു. ഇത് മലയാള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. അത് അത്യന്തം ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അവരുടെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഇതിൽ പതിയട്ടെ. ഈ വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അവർ സത്യം അറിഞ്ഞ് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റൂ.